ക്രോധത്തെ നാം ജനിപ്പിക്കുന്നതുകൊണ്ടല്ല ക്രോധം നമ്മളിൽ ഉണ്ടാകുന്നത്. നമുക്ക് ക്രോധമുണ്ടാകാനുള്ള കാരണം അതെപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ട് എന്നത് തന്നെ. നമ്മെ ആരെങ്കിലും ചീത്ത പറയുകയാണെങ്കിൽ നമ്മിൽ ക്രോധം ജനിക്കുന്നു. അത് അയാൾ സൃഷ്ടിക്കുന്നതല്ല. അയാൾ പറഞ്ഞ വാക്കുകൾ നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന ക്രോധത്തെ പുറത്തേക്ക് കൊണ്ടുവന്നു എന്നു മാത്രം. ഒരാൾക്ക് മറ്റുള്ളവരിൽ ക്രോധം ജനിപ്പിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ബുദ്ധനിലും ക്രിസ്തുവിലുമൊക്കെ അതുണ്ടാകുമായിരുന്നു. തന്നെ കുരിശിൽ തറച്ചവരോടും ക്ഷമിക്കണമേ എന്നാണ് ക്രിസ്തു പ്രാർത്ഥിച്ചത്. കാരണം ക്രിസ്തുവിൻ്റെ ഉള്ളിൽ ക്രോധം എന്നത് ഉണ്ടായിരുന്നില്ല. അതേ സ്ഥാനത്ത് ക്ഷമ ഉണ്ടായിരുന്നു താനും. നമ്മുടെ ഉള്ളിലെ ക്രോധം അവസരം വരുമ്പോൾ പുറത്തേക്ക് വരും. ഇനി അവസരം കിട്ടുന്നില്ലെങ്കിൽ അതിന് പുറത്തു കൊണ്ടുവരാനുള്ള സന്ദർഭവും സ്വയം കണ്ടെത്തും. ഒരു കാരണവുമില്ലാതെ മനുഷ്യർ കോപിക്കാറുണ്ടല്ലോ. ഏകാന്തമായ മുറിയിൽ 1-2 മാസം ഒരു മനുഷ്യനെ അടച്ചിടുകയാണെങ്കിൽ ചുമരിൽ മർദ്ദിക്കുകയോ ചുമരിൽ തലയിടിച്ച് അതിനോട് യുദ്ധം ചെയ്യുകയോ ചെയ്യും. അല്ലെങ്കിൽ സ്വയം മുറിവേൽപ്പിക്കും എന്നാണ് മനഃശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെടുന്നത്. കോപം പ്രകടമാക്കാൻ മറ്റുള്ളവർ വേണമെന്നില്ല, തന്നോട് തന്നെ അത് പ്രകടമാക്കും. ക്രോധം മനുഷ്യൻ്റെ ഒരവസ്ഥയാണ്. അത് നമ്മൾ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു സമ്പത്താണ്. അതുകൊണ്ട് ക്രോധം വരുമ്പോൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യവുമില്ല.